സോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്ന സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ അപ്പം തന്നെ പറയണേ. കാരണം ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് വിൻഡോ ഷെയർ ചെയ്ത് തരുന്നത്. കാണുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. സ്ലൈഡാണ്, കഥ കേൾക്കുന്ന പോലെ ആയിരിക്കും. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പം ടെക്നിക്കലി യാതൊരു പ്രശ്നമില്ലല്ലോ. തംസപ്പ് ഇട്ട്. ഹലോ, പൃഥ്വിഷ് റൈസ് ദ ഹാൻഡ് അല്ല, റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഹാൻഡ് റൈസ് ചെയ്യുന്ന പോലെ തന്നെ എന്തോ പറയാനുണ്ട്. അഭിറാം ആദ്യത്തെ അവർ ഉണ്ടായിരുന്നില്ലേ? ആദ്യത്തെ അവർ ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. കണ്ടിന്യൂവേഷൻ ആണ്. സോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈ ദർ ഈസ് എ പ്രോപ്പർട്ടി വേരിയേഷൻ ഓർ വൈ ദർ വിൽ ബി പ്രോപ്പർട്ടി വേരിയേഷൻ ഇൻ നാനോ ടെക്നോളജി. അല്ലെങ്കിൽ ഒരു ബൾക്ക് മെറ്റീരിയലിനെ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നാനോ പാർട്ടിക്കിൾസ് ആക്കി അല്ലെങ്കിൽ നാനോ സിന്തസൈസ് ചെയ്ത് അതിന്റെ സൈസ് കുറച്ച് കഴിഞ്ഞാൽ വൈ ദർ ഈസ് എ പ്രോപ്പർട്ടി വേരിയേഷൻ, എന്തുകൊണ്ടാണ് അതിന്റെ പല പ്രോപ്പർട്ടിയിലും വേരിയേഷൻ ഉണ്ടാകുന്നത്, അതിന്റെ കാരണമാണ് നമ്മൾ പഠിച്ചത്. two major reasons. First one is increase in surface to volume ratio. ഒരു മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ അതിന്റെ സർഫസിൽ ഒരുപാട് മോളിക്യൂൾസ്, ദർ വിൽ ബി എ ലോട്ട് ഓഫ് മോളിക്യൂൾസ് ഇൻ സർഫസ് ദാറ്റ് അതെന്ത് ചെയ്യും, അതിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി കൂട്ടും. അതെന്ത് ചെയ്യും, ഇറ്റ് വിൽ ലീഡ് ടു അതർ ട്രമൻഡസ് ചേഞ്ചസ് ഇൻ അതർ പ്രോപ്പർട്ടീസ്. മറ്റൊരു റീസൺ പഠിച്ചത് ക്വാണ്ടം കൺഫൈൻമെന്റ് ആയിരുന്നു. എന്താണ് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പഠിച്ചു. നമ്മൾ പാർട്ടിക്കിൾസിനെ ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് നാനോ പാർട്ടിക്കിൾസിലേക്കാണ് നാനോ സിന്തസിസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ചാർജ് കാരിയേഴ്സിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് കുറയും. അല്ലെങ്കിൽ പല ഡയറക്ഷനിലും 1 ഡയമെൻഷനലി 2 ഡയമെൻഷനലി അല്ലെങ്കിൽ 3 ഡയമെൻഷനലി ഈ മെറ്റീരിയലിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം റിസ്ട്രിക്ട് ചെയ്യപ്പെടും. ദർ വിൽ ബി ലിമിറ്റഡ് സ്പേസ്. നമ്മൾ അവസാനം 3 ഡയമെൻഷനൽ കൺഫൈൻമെന്റ് പഠിച്ചപ്പോൾ, ക്വാണ്ടം ഡോട്ട് പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്, ഈ ചാർജ് കാരിയേഷൻ, അത് ഇലക്ട്രോൺ ആയിക്കോട്ടെ ഹോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ടും കമ്പൈൻ ചെയ്ത ഒരു എക്സൈറ്റോൺ ആയിക്കോട്ടെ, ഇൻ എ ക്വാണ്ടം ഡോട്ട് ഇറ്റ് ഈസ് 3 ഡയമെൻഷനലി കൺഫൈൻഡ്. അതിന് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ എന്തുകൊണ്ടാണ് പ്രോപ്പർട്ടി വേരിയേഷൻ എന്ന് പഠിച്ചു. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽ. എന്തൊക്കെ പ്രോപ്പർട്ടി വേരിയേഷൻ ആണ് ഈ മെറ്റീരിയൽസിന്, നാനോ മെറ്റീരിയൽസിന് വരുന്നത്. സോ ഫസ്റ്റ് വി ആർ സ്റ്റഡിങ് അബൌട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. സോ വൈ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? We already learned that there will be increase in surface to volume ratio. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് നാനോ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുമ്പോൾ when we break down materials from bulk to in their nano form, സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അതായത് കൂടുതൽ മോളിക്യൂൾസ് എന്ത് ചെയ്യും, സർഫസിലേക്ക് വരും. അത് കാരണം ഇന്റർ ആറ്റോമിക് സ്പേസിങ്, സർഫസ് പ്രഷറിൽ ഇതിലൊക്കെ ചേഞ്ച് ചെയ്യും. അതായത് കൂടുതൽ ആറ്റംസ് എന്താ സർഫസിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും, ഇറ്റ് വിൽ അഫക്ട് ദ ഇന്റർ ആറ്റോമിക് സ്പേസ്. രണ്ട് ആറ്റംസ് തമ്മിലുള്ള സ്പേസിനെയൊക്കെ അത് ബാധിക്കും. ഇറ്റ് ഡിപ്പെൻസ്. സോ ഇഫ് ദ ഇന്റർ ആറ്റോമിക് സ്പേസിങ് decreases, what happens? It will affect a lot of physical properties. Interatomic space, ഒരു മോളിക്യൂളിലെ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള സ്പേസ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് മെറ്റീരിയലിന്റെ പല ഫിസിക്കൽ പ്രോപ്പർട്ടിയും ബാധിക്കും. ഫോർ എക്സാമ്പിൾ ദ മെൽറ്റിംഗ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ വൺ ഓഫ് ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്. ടേക്ക് മെൽറ്റിംഗ് പോയിന്റ്. സോ നമ്മൾ പറഞ്ഞു ചേഞ്ചിന് ഇന്ററാറ്റോമിക് സ്പേസിലെ ചേഞ്ചും കൂടാതെ സർഫസ് ടു വോളിയം റേഷ്യോയിലുള്ള ചേഞ്ചും അല്ലെങ്കിൽ ഇൻക്രീസും ഇതൊക്കെ കൂടി എന്ത് പറ്റും, ഒരു മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് പോയിന്റിനെ ചേഞ്ച് ചെയ്യാം. സോ ഇൻ നെക്സ്റ്റ് സ്ലൈഡ്, ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദ മെൽറ്റിംഗ് പോയിന്റ് ഓർ ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ വെൻ എ സൈസ് ഓഫ് പാർട്ടിക്കിൾ ഡിക്രീസസ്. സ്ലൈഡ് മാറുന്നില്ല. സ്ലൈഡ് കാണുന്നില്ല. നേരത്തെ സ്ലൈഡ് തന്നെയുള്ള ക്വാണ്ടം ഡോട്ട്സിന്റെ ഇതുള്ള. ശരി, ഓക്കെ, ഞാൻ എൻ്റയർ സ്ക്രീൻ പ്രസന്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റയർ സ്ക്രീൻ കാണുന്നുണ്ടോ?
എൻ്റെ ഫുൾ സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ? കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഒരു ഗ്രാഫ് അല്ലേ കാണുന്നത്? സോ ഇൻ ദിസ് പ്ലോട്ട്, ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ നോക്കുന്നത് എന്താ, ഒരു പാർട്ടിക്കിളിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, വൈ ദിസ് ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എങ്ങനെയാണ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ദിസ്, ഇത് ബൾക്ക് മെറ്റീരിയലിന്റെ കേസാണ്. ദാറ്റ് മീൻസ് നമ്മൾ സൈസ് മാറ്റുന്നതനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റിൽ വലിയ വ്യത്യാസമൊന്നും ബൾക്ക് മെറ്റീരിയലിന്റെ കേസിൽ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നോക്കുക, ഈ എക്സ് ആക്സിസിൽ എന്താ, പാർട്ടിക്കിളിന്റെ സൈസ് ആണ്, സൈസ് ഓഫ് നാനോ പാർട്ടിക്കിൾ. സൈസ് കുറഞ്ഞു വരും തോറും, സൈസ് ഡിക്രീസ് ചെയ്യും തോറും എന്ന് സംഭവിക്കുന്നു. അറ്റ് ദിസ് പോയിന്റ് ദ മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഡ്രാസ്റ്റിക്കലി ഡിക്രീസിങ്. ഈ ഒരു പോയിന്റിൽ എന്താ, ദർ വിൽ ബി ആൻ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ഇൻ ദ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ഡ്രാസ്റ്റിക്കലി ഡിക്രീസ് ചെയ്യും. ഇതൊരു 10 നാനോമീറ്ററിൽ കുറവുള്ള മെറ്റീരിയൽ ആണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എത്രത്തോളം കുറയുന്നുണ്ട്, എത്രത്തോളം വേരി ചെയ്യുന്നുണ്ട്. സോ നമുക്കിപ്പോൾ ഒരു 900 കെൽവിൻ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു മെറ്റീരിയൽ വേണം. സോ വാട്ട് ഹാപ്പൻസ്, സോ ഒരു 4 നാനോമീറ്റർ ഉള്ള ഒരു മെറ്റീരിയൽ ബിൽഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ബൾക്ക് മെറ്റീരിയലിന്. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഗോൾഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് സൈസ് വേരിയേഷൻ ആണ്. അത് ഗോൾഡിന്റെ 5 നാനോമീറ്റർ ഉള്ള ഗോൾഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്, സം 1150 കെൽവിൻ ആയിരിക്കും. പക്ഷെ കുറച്ചും കൂടി ഒരു 4 നാനോമീറ്റർ സൈസ് ഉള്ളതാണെങ്കിൽ ഒരുപാട് കുറവ് വരുന്നുണ്ട്. സോ മെൽറ്റിംഗ് പോയിന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ദർ വിൽ ബി എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഡ്യൂ ടു ദിസ് സൈസ് വേരിയേഷൻ. സൈസ് വേരിയേഷൻ കാരണം ഈ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ, അതിലൊരു ഉദാഹരണമായിരുന്നു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്. ദർ വിൽ ബി ഒരുപാട് ചേഞ്ച്, ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ചേഞ്ച് വരുന്നുണ്ട്. അതിനുള്ള കാരണമാണ് പറഞ്ഞത്. ദ റീസൺ ഈസ് ദാറ്റ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ ആൻഡ് ക്വാണ്ടം കൺഫൈൻമെന്റ് ഇന്റർ ആറ്റോമിക് സ്പേസ്. ആറ്റങ്ങൾ തമ്മിലുള്ള, ഒരു മോളിക്യൂൾ ആറ്റംസ് തമ്മിലുള്ള സ്പേസിൽ മാറ്റം വരും. അത് കുറയാം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, കുറയാം, കൂടാം, അതിലൊരു ചേഞ്ച് വരും. സോ ഇന്റർ ആറ്റോമിക് സ്പേസ്, 2 ആറ്റം തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മെറ്റീരിയലിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസിനെ ബാധിക്കും. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു മെറ്റീരിയലിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ ചേഞ്ച് ആണ് വരുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ വെൻ വി ബ്രേക്ക് ഡൗൺ എ ബൾക്ക് മെറ്റീരിയൽ ഇൻടു നാനോ പാർട്ടിക്കിൾ. ഒരു മെറ്റീരിയലിനെ അതിന്റെ ബൾക്ക് ഫോമിൽ നിന്നും നാനോ ഫോമിലേക്ക് മാറ്റുമ്പോൾ, ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ വേരിയേഷൻ ആണ് വരുന്നത്. അതിന്റെ റീസൺ നമ്മൾ പഠിച്ചു. എന്താ, ഡ്യൂ ടു ഹൈ സർഫസ് ടു വോളിയം റേഷ്യോ. നമ്മൾ സർഫസ് ടു വോളിയം റേഷ്യോ എന്ന് പറയുന്ന ടോപ്പിക് എടുത്തപ്പോൾ തന്നെ, when we are discussing the topic surface to volume ratio, we already learned that what is the effect of increase in surface to volume ratio. ഒരു മെറ്റീരിയലിനെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി, അപ്പോൾ അതിന്റെ സർഫസ് ഏരിയ കൂടി, സർഫസ് ഏരിയ കൂടിയാൽ എന്ത് കൂടും, കെമിക്കൽ റിയാക്ടിവിറ്റി വിൽ ഇൻക്രീസ്, അല്ലെങ്കിൽ മോർ മോളിക്യൂൾസ് വിൽ കെയിം ടു സർഫസ് due to large or increased surface to volume ratio, or due to increased surface area, more molecules will come to the surface of the material. It will increase the chemical reactivity. So chemical reactivity increasing. So any material, which any nanomaterial can be used, or it is used in the catalytic property. അതൊരു മെറ്റീരിയൽ നമ്മൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഫ്രം കാസ്റ്റ് അയൺ ടു സം പ്യൂർ അയൺ സ്റ്റീൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റു പല കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ +2 ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. സോ റിയാക്ഷൻ, നമ്മളൊരു റിയാക്ഷൻ എഴുതുമ്പം ആരോ മാർക്കിന്റെ മുകളിൽ നമ്മൾ കാറ്റലിസ്റ്റിന്റെ പേര് എഴുതും. വനേഡിയം പെന്റോക്സൈഡ്, VnO5, ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് കാറ്റലിസ്റ്റ്. സോ ഇതൊക്കെ ബൾക്ക് ഫോമിലുള്ള കാറ്റലിസ്റ്റ് ആണ്. ചില സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൗഡേർഡ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. പൗഡേർഡ് കാറ്റലിസ്റ്റ്, വൈ, എന്താണ് കാരണം? എന്താ, പൗഡേർഡ് കാറ്റലിസ്റ്റിന്റെ പൗഡർ ചെയ്യുമ്പം ഒരു മെറ്റീരിയലിന്റെ സർഫസ് ഏരിയ കൂടുകയാണ്. പൗഡർ ചെയ്യുമ്പോൾ നാനോ സ്കെയിൽ, നാനോ പൗഡർ ആക്കി കഴിഞ്ഞാൽ, നാനോ മെറ്റീരിയൽസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർഫസ് ഏരിയ കൂടുതൽ ഇൻക്രീസ് ചെയ്യും. അത് അതിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റിയെ കൂട്ടും. സോ ഒരു കാറ്റലിസ്റ്റിനെ അതിന്റെ ബൾക്ക് ഫോമിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി, it is too much, or it can, or we can say the catalytic property of material can be enhanced by the large surface to volume ratio. So this material, so nanoparticles can be used as effective catalyst. Also the chemical reactivity of a material is intensified when material is broken down to nanoscale. We already പറഞ്ഞു.
ഇനി വൺ ഓഫ് ദി ആപ്ലിക്കേഷൻസ് കെമിക്കൽ പ്രോപ്പർട്ടിയിലുള്ള വേരിയേഷൻ കാരണം നമുക്ക് നാനോ പാർട്ടിക്കിൾസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആർ യൂസ്ഫുൾ ഇൻ ഹൈഡ്രജൻ സ്റ്റോറേജ് ഡിവൈസസ്. ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റും. Next one is the variation in electrical properties. Materials in electrical properties എന്ത് വേരിയേഷൻ ആണ് വരുന്നത്? So what is the one of the important electrical property? ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, മെറ്റീരിയലിൻ്റെ ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശ്രീകാന്ത് ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞ മെറ്റീരിയലിൻ്റെ. ശ്രീകാന്ത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാ? ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഇപ്പൊ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി, ഇപ്പൊ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്തെങ്കിലും പറ, ഒരു മെറ്റീരിയലിനെ ഡിഫൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. റെസിസ്റ്റൻസ് അങ്ങനെ. റെസിസ്റ്റൻസ് ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, റെസിസ്റ്റൻസ് നല്ലൊരു പ്രോപ്പർട്ടിയാണ്, റെസിസ്റ്റിവിറ്റി നല്ലൊരു പ്രോപ്പർട്ടിയാണ്, കണ്ടക്ടിവിറ്റി നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതൊക്കെ മെറ്റീരിയലിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. അതായത് എത്രത്തോളം കറണ്ട് കണ്ടക്ട് ചെയ്യും, എത്രത്തോളം കറണ്ട് കണ്ടക്ട് ചെയ്യില്ല എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. സോ ഹൗ എ മെറ്റീരിയൽ കണ്ടക്ട് കറണ്ട്, ഒരു മെറ്റീരിയൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നു. വാട്ട് യു മീൻ ബൈ saying that or stating that a material is conducting current? That means electrons or charge carriers, അതായത് കണ്ടക്ടിങ് ഇലക്ട്രോൺസ് ഒരു മെറ്റീരിയലിൻ്റെ, ഒരു ബൾക്ക് മെറ്റീരിയലിൻ്റെ സർഫസിൽ കൂടി മൂവ് ചെയ്യുന്നു. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ കറണ്ട്? യു നോ ദാറ്റ് കറണ്ട് ഈസ് മൂവ്മെന്റ് ഓഫ് ചാർജ്. ചാർജിന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് കറണ്ട്. സോ ഒരു മെറ്റീരിയൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നു, ഒരു മെറ്റീരിയൽ കറണ്ട് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ചാർജ് കാരിയേഴ്സ്, ഒരു കോപ്പർ ആണെങ്കിൽ കോപ്പറിന്റെ സർഫസിൽ കൂടി കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു ഓൾ അലോങ് ദി മെറ്റീരിയൽ, അതിന്റെ സർഫസിൽ കൂടി മൂവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ബട്ട് ഡ്യൂറിങ് ദിസ് മൂവ്മെന്റ്, ഈ മൂവ്മെന്റിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? കണ്ടക്ഷൻ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യും. ദർ വിൽ ബി കൊളീഷൻസ്. There will be collisions and the distance, the average distance between two collision, അങ്ങനെ രണ്ട് കണ്ടക്ടിങ് ഇലക്ട്രോൺസ് തമ്മിലുള്ള രണ്ട് സക്സസീവ് കൊളീഷൻ തമ്മിലുള്ള മീൻ ഡിസ്റ്റൻസ്, അതായത് അടുത്തൊരു ഇലക്ട്രോണുമായി കൂട്ടിയിടിക്കുന്നതിന് മുമ്പുള്ള ഒരു ആവറേജ് ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ദാറ്റ് മീൻ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് മീൻ ഫ്രീ പാത്ത്. ഇതിനാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. സോ വെൻ മീൻ ഫ്രീ പാത്ത് increases, what means mean free path increases means that means there is a high probability, there is a low probability of colliding a material with other. അതായത് മീൻ ഫ്രീ പാത്ത് ഇൻക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്തു, അതിന്റെ അർത്ഥം എന്താ? മീൻ ഫ്രീ പാത്ത് കുറഞ്ഞു. അതിന്റെ അർത്ഥം ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഈസ് കൊളൈഡിങ് ടു അതർ ഇലക്ട്രോൺ ഇൻസ്റ്റന്റേനിയസ്ലി. ഇലക്ട്രോൺ ഒരു ഇലക്ട്രോണിൽ ചെന്നിടിക്കുന്നു, അടുത്ത ഇലക്ട്രോണിൽ ചെല്ലുന്നു. സോ there will be a lot of collisions. So if there is collision, രണ്ട് ഇലക്ട്രോൺ തമ്മിൽ കൊളൈഡ് ചെയ്തു, അതെന്ത് ചെയ്യും? മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റിയെ കുറക്കും. ഇറ്റ് വിൽ ഡിക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ ബിക്കോസ് വി നോ വാട്ട് ഈസ് കറണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കറണ്ട്? ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഓർ കണ്ടക്ടിങ് ഇലക്ട്രോൺസ് ത്രൂ മെറ്റീരിയൽ. സോ വെൻ ടു ഇലക്ട്രോൺസ് കൊളൈഡ്, രണ്ട് ഇലക്ട്രോൺ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനെ സ്ലോ ഡൗൺ ചെയ്യും. ആക്ച്വലി സ്ലോ ഡൗൺ ചെയ്യും, ഇലക്ട്രോണെ സ്ലോ ഡൗൺ ചെയ്യും. സോ ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു റെസിസ്റ്റൻസ്. So this is how a bulk material conduct current. ഒരു bulk material current conduct ചെയ്യുന്നത് ഇങ്ങനെയാണ്. But when we decrease the size of this material, if we decrease the size of this material, മെറ്റീരിയലിന്റെ സൈസ് നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോൾ what happens? Now our electrons or charge carrier is confined. നമ്മുടെ ഇലക്ട്രോൺ അല്ലെങ്കിൽ ചാർജ് കാരിയർ എന്ത് ചെയ്തു? It is confined to move in some directions only, or it is confined one dimensionally, three dimensionally. For example, take the example of quantum wire. So quantum wire is also, in quantum wire the charge carrier, electron, holes or excitons are confined in two direction, or it has only freedom to move in one direction. ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉള്ളൂ. അതുകൊണ്ട് എന്താ? Now the electrical properties, ഉദാഹരണത്തിന് R is equal to rho L by A or V is equal to IR. ഇതൊക്കെ Ohm's law ആണ്. From Ohm's law we can derive the electrical properties of a bulk material. But in case of a nano material, what happens? This charge carrier is confined, so the scattering probability decreases and the electrical properties will vary. നമുക്ക് ഓംസ് ലോ വെച്ചോ അല്ലെങ്കിൽ സാധാരണ ക്ലാസിക്കൽ അപ്രോച്ച് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് predict the properties of electrical properties of a
നാനോ മെറ്റീരിയൽ. ബൾക്ക് മെറ്റീരിയലിൽ എന്താണ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ കണ്ടക്ഷൻ അത് നമ്മൾ പഠിച്ചു. പക്ഷെ നാനോ മെറ്റീരിയലിന്റെ കേസിൽ ഇലക്ട്രോണിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. സോ that means the mean free path is decreasing, scattering probability decreases. So അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ വലിയ വേരിയേഷൻസ് വരും. One of the best example is in nano ceramics, electrical conductivity increases with decreasing particle size, and in metal it will decrease. That means in metals the electrical conductivity will decrease with size. നമ്മുടെ മെറ്റലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടക്ടിവിറ്റി കുറയും. But in case of nano ceramics, electrical conductivity increases with decreasing size. ഒരു മെറ്റീരിയലിന്റെ സൈസ് നമ്മൾ കുറച്ച് വരിക. When we break down bulk material into nano ceramic material, and the conductivity cool. If we can define the size, so നമുക്ക് സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. നമുക്ക് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര സൈസ് വരുമ്പോഴാണ് എത്ര കണ്ടക്ടിവിറ്റി വരുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, if we can manipulate the size or if we can control or determine the size of a particle, then we can control the electrical conductivity or any other electrical property of this material. Next one is optical properties. What do you mean by optical properties? Optical property is light dependent properties. So there will be a tremendous change or a variation in the optical properties of a material due to breaking down into nanoscale. ഒരു മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിൾ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ if we conduct nano synthesis on a material, it will change the optical properties also. That means depending on the size of the particle, same substance can show different colors. പാർട്ടിക്കിൾസിനെ സൈസ് ഡിപ്പെൻഡ് ചെയ്ത് ഒരേ സബ്സ്റ്റൻസിന് തന്നെ വേറെ വേറെ കളർ കാണിക്കാം. ഫോർ എക്സാമ്പിൾ, ഗോൾഡ് നാനോസ്പിയർ ഓഫ് 100 നാനോമീറ്റർ അപ്പിയേഴ്സ് ഓറഞ്ച്. 100 നാനോമീറ്റർ സൈസ് ഉള്ള ഗോൾഡ് സ്പിയർ, ഗോൾഡ് നാനോസ്പിയർ വിൽ സീൻ ഓറഞ്ച്. അതായത് 100 നാനോമീറ്റർ സൈസിലുള്ള ഗോൾഡ് നാനോസ്പിയറിന്റെ കളർ എന്തായിരിക്കും? ഓറഞ്ച് ആയിരിക്കും. പക്ഷെ അതേ ഗോൾഡ് നാനോസ്പിയർ വിത്ത് സൈസ് ഓഫ് 50 നാനോമീറ്റർ അപ്പിയേഴ്സ് ഗ്രീൻ കളർ. ഗോൾഡ് തന്നെ, പക്ഷെ 50 നാനോമീറ്റർ ഉള്ള സ്പിയർ ആണെങ്കിൽ അതിന്റെ കളർ ഗ്രീൻ ആയി. ഇനിയല്ല, സം 150 or 200 നാനോമീറ്റർ ആണെങ്കിൽ മേ ബി ദാറ്റ് ഇസ് ബ്ലാക്ക്. സോ സൈസ് ഡിപ്പെൻഡന്റ് ആണ് എന്ത്? കളർ. കളർ ഈസ് ആൻ optical property. Color എന്ന് പറയുന്നത് it is light dependent and it is an optical property. So one of the major optical property or color of the particle can be size dependent. It is due to the quantum effects and increase to surface to volume ratio, etc. ഈ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയുള്ള വേരിയേഷൻ വരാനുള്ള കാരണം എന്താണ്? ഈ ക്വാണ്ടം എഫക്റ്റുകൾ, ക്വാണ്ടം കൺഫൈൻമെന്റ്സ്, ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ, ഇതൊക്കെയാണ്. സോ ദാറ്റ് മീൻസ് അത് നമുക്ക് മുമ്പിൽ മറ്റൊരു സാധ്യതയാണ് തുറന്നിടുന്നത്. അതായത് നമുക്ക് സൈസ് വേരി ചെയ്യാൻ കഴിഞ്ഞാൽ, നമുക്ക് ഗോൾഡിന്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിന്റെ കളറിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. പിന്നെ ഗോൾഡ് ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ കേസിൽ സൈസ് വേരി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിന്റെ കളറിനെ നമുക്ക് തീരുമാനിക്കാം. ഓറഞ്ച് കളറുള്ള ഗോൾഡ് വേണോ? 100 നാനോമീറ്റർ ബ്രേക്ക് ഡൗൺ ബൾക്ക് ഗോൾഡ് ഇൻ ടു size of 100 nanometer നാനോ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ 50 നാനോമീറ്ററുള്ള ഗോൾഡ് സ്പിയർ ആയിട്ട് നാനോ സിന്തസിസ് ചെയ്തെടുത്താൽ ഇറ്റ് വിൽ അപ്പിയർ ഇൻ ഗ്രീൻ കളർ. ആൻഡ് ഓൾസോ വൺ ഓഫ് ദി ബെസ്റ്റ് application is the nanomaterial of tungstic oxide gel in electronic display devices. Electronic display devices എന്താണ്? tungstic oxide gel എന്ന നാനോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു. ഇലക്ട്രോണിക് ഡിവൈസസിൽ നമുക്ക് എന്താ കാണേണ്ടത്? കളറാണ് കാണേണ്ടത്, കളർ വേരിയേഷൻ ആണ് കാണേണ്ടത്. RGB, നിങ്ങൾ പണ്ടത്തെ ടിവിയിലൊക്കെ കളർ വേരിയേഷൻ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ്. സോ നമ്മൾ പറഞ്ഞു ഈ കളറൊക്കെ മെറ്റീരിയൽ കാണിക്കുന്നത് സൈസ് ഡിപ്പെൻഡന്റ് ആണ്. സോ ഇഫ് വി ക്യാൻ വേരി സൈസ് ഓഫ് എ സെയിം പിക്സലിന് ഒരു ഇലക്ട്രോണിക് ഡിസ്പ്ലേയിലെ സെയിം പിക്സലിന്റെ തന്നെ സൈസ് വേരി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് പുറത്തേക്ക് കാണിച്ചു തരുന്ന, ഡിസ്പ്ലേ ചെയ്യുന്ന കളറിന് വേരി ചെയ്യാൻ പറ്റും. സോ ഇഫ് വി ക്യാൻ മാനിപ്പുലേറ്റ് one of the major optical property, that is color of a material using varying size, because size variation it will affect the property variation which is optical property, majorly color. പ്രധാനമായിട്ടും കളറിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ സൈസ് വേരിയേഷനും കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് another important variation in properties is magnetic properties.
സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിള് ബൾക്ക് സോളിഡിന്റെ കേസിൽ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന് ഫോർ എക്സാമ്പിൾ ടേക്ക് ദ ഫസ്റ്റ് വൺ സോഡിയം പൊട്ടാസ്യം Na and K. Na and K are paramagnetic or they are in paramagnetic nature in bulk form. Bulk form in are in paramagnetic materials. You know what is paramagnetic in the but when it is break down into nanoclusters or when this sodium and potassium is break down into nanoparticles, what happens? The magnetic behavior of that particle changes. This material magnetic behavior changes. Nanocluster formally the materials are ferromagnetic. And take the case of iron, copper and nickel. Iron, copper, nickel തുടങ്ങിയ മെറ്റീരിയൽസിന്റെ കേസ് എടുക്കുക. നിങ്ങൾക്കറിയാം അയൺ ഈസ് ഹൈലി ഫെറോമാഗ്നറ്റിക്. കോപ്പർ, നിക്കൽ ഇതൊക്കെ എന്താ മാഗ്നറ്റിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഇറ്റ് ഈസ് ഫെറോമാഗ്നറ്റിക് ബട്ട് when it is broke down into നാനോ മെറ്റീരിയൽസ്, അതിനെ നാനോ മെറ്റീരിയൽസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇറ്റ് ബിക്കംസ് സൂപ്പർ പാരാമാഗ്നറ്റിക്. And we know this is chromium. Chromium is an anti-ferromagnetic material in bulk solid, but in nanocluster it is frustrated paramagnetic. So എന്താണ് ഈ സൂപ്പർ പാരാമാഗ്നറ്റിക്, ഫ്രസ്ട്രേറ്റഡ് പാരാമാഗ്നറ്റിക്? അതൊന്നും ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ എന്നൊക്കെ. മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബൾക്ക് മെറ്റീരിയലിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ബൾക്ക് മെറ്റീരിയലിനെ നമ്മൾ നാനോ സിന്തസിസ് ചെയ്തു. ഇഫ് വി കണ്ടക്ട് നാനോ സിന്തസിസ് ഓർ ഇഫ് വി ബ്രേക്ക് ഡൗൺ ബൾക്ക് മെറ്റീരിയൽ ഇൻ ടു നാനോ ഫോം, നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് മെറ്റീരിയൽ ഡ്രാസ്റ്റിക്കലി ചേഞ്ചസ്. ഈ മെറ്റീരിയലിൻ്റെ പല മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തു? There is a drastic change in the magnetic properties of this material. And the reason is said in this sentence. And the reason ആണ് ഇപ്പോൾ സെൻറ്റൻസിൽ പറയുന്നത്, the coercivity and the magnetization values of material increases with the decrease in grain size and increase in specific surface area. That means magnetic properties of nanomaterials vary from their bulk form based on size. A specific surface area increase കാരണം എന്ത് പറ്റും? Grain size there will be a decrease in grain size. So ഇത് മെറ്റീരിയലിന്റെ coercivity magnetization values ഒക്കെ ബാധിക്കും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് സംശയം വരും, എന്താണ് കൊയേഴ്സിവിറ്റി, എന്താണ് മാഗ്നറ്റൈസേഷൻ വാല്യൂ? ഇതൊക്കെ നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക്സ് നിങ്ങൾ +2 പഠിച്ചപ്പോൾ മനസ്സിലാവും. ഹിസ്റ്ററിസിസ് കർവ് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. ഹിസ്റ്ററിസിസ് കർവ് എന്ന് പറഞ്ഞ ഒരു കർവ് വരച്ചിട്ടുണ്ടാവും. സോ ഒരു കർവിൽ നിങ്ങൾക്ക് കൊയേഴ്സിവിറ്റി എന്താണ്, മാഗ്നറ്റൈസേഷൻ H, ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. സോ ഇപ്പം അത് നമ്മൾ ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല, ആകെ മനസ്സിലാക്കുക ഇതുപോലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വേരി ചെയ്യും when the particle is break down into nano materials. Next one is mechanical properties. How mechanical properties of a material change into, or how this vary when material is broken down into nanoparticles. Most metals are made up of small crystalline grain. നമുക്കറിയാം മിക്ക മെറ്റൽസിൻ്റെ ഒരു ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പലതും ഒരുപാട് മോളിക്യൂൾസ് ക്ലസ്റ്ററുകളായിട്ടാണ് ഫോം ചെയ്യുന്നത്. There will be a lot of clusters of molecule and the boundary of this cluster of molecule is called grain. മോളിക്യൂൾസ് പലതും ക്ലസ്റ്റർ ആയിട്ടാണ് ഒരു മെറ്റൽസിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അതിനെ നമ്മൾ ഗ്രെയിൻസ് എന്ന് വിളിക്കാം. ഈ ബൗണ്ടറിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രെയിൻ ബൗണ്ടറി. So if some force is applied to this മെറ്റീരിയൽ, നമ്മൾ ഒരു മെറ്റലിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അത് ഏതെങ്കിലും ഡയറക്ഷനിലായിക്കോട്ടെ. നൗ ദിസ് ഡിഫക്റ്റ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയലിൽ അതിൻ്റെതായ ഡിഫക്റ്റ് ഉണ്ടാവും. ഈ ദിസ് ഡിഫക്റ്റ് ഗെറ്റ് ട്രാവൽ ഓർ പ്രൊപ്പഗേറ്റഡ് ത്രൂ ദിസ് മെറ്റീരിയൽ ത്രൂ ദിസ് ഗ്രെയിൻ ബൗണ്ടറി. സോ ദാറ്റ് മീൻസ് ഇഫ് ഗ്രെയിൻ ബൗണ്ടറി ഇൻക്രീസസ്, ഒരുപാട് ഗ്രെയിൻ ബൗണ്ടറി ഉണ്ട്, അല്ലെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഡിഫക്റ്റ് മെറ്റീരിയലിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സമയമെടുക്കും. ഓർ there will be a decreased effect of force, external ഫോഴ്സിന്റെ ചെറിയ എഫക്റ്റ് മാത്രമേ മെറ്റീരിയലിൽ ഉണ്ടാവുള്ളൂ. ഓർ ദാറ്റ് മീൻസ് ഇഫ് ഗ്രെയിൻ ബൗണ്ടറി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? മെറ്റീരിയലിന്റെ സ്ട്രെങ്ത്തിനെ ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ മെറ്റീരിയലിനെ നാനോ സൈസ് മെറ്റീരിയൽസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ? ക്ലസ്റ്റേഴ്സ്, ഗ്രെയിൻസ് നാനോ സൈസ് ആയിരിക്കും. സോ നമ്മൾ നേരത്തെ പറഞ്ഞു നാനോ പാർട്ടിക്കിൾസ് ആക്കി കഴിഞ്ഞാൽ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അതുപോലെ എന്താ? ഗ്രെയിൻ ബൗണ്ടറി ഇന്റർഫേസ് ഏരിയ വിൽ ഓൾസോ ഇൻക്രീസസ്. ഇറ്റ് വിൽ ഇൻക്രീസ്. അതെന്ത് ചെയ്യും? മെറ്റീരിയലിന്റെ സ്ട്രെങ്ത്തിനെ
എന്ന് പറയുന്ന മെറ്റൽ. ബട്ട് നാനോ ക്രിസ്റ്റലൈൻ നിക്കലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നാനോ നമുക്കറിയാം. ഇഫ് വി നോ വാട്ട് ആർ ദി ഫോഴ്സ് റിഗാർഡിങ്, അല്ലെങ്കിൽ ഈ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്, ഏത് സൈസ് വരുമ്പോഴാണ് എത്രത്തോളം സ്ട്രെങ്ത് വരും, എത്രത്തോളം സ്ക്രാച്ച് റെസിസ്റ്റൻസ് വരും, ഇതൊക്കെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. സോ ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ബിൽഡ് ഓർ മാനിപ്പുലേറ്റ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദാറ്റ് സ്ട്രെങ്ത്. അതായത് ഒരുപാട് സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബിൽഡ് ഓർ മാനുഫാക്ചർ മെറ്റീരിയൽ വിത്ത് ഹൈ ഫ്രാക്ചർ ടഫ്നെസ്, ഹൈ ഫാറ്റിഗ് സാറിന്റെ ഇൻട്രോ അല്ല, ചായ കുടിക്കാൻ പോണ്ടേ? ഹലോ ഗൈസ്. ഓക്കെ ഓക്കെ, എല്ലാം ഇവിടെ ബലാം പോയാ കഴിഞ്ഞി. വാസനം പോയാ ആർക്കറിയാ? ഇതെല്ലാം റെക്കോർഡാണ് കേട്ടാ, റെക്കോർഡാണുണ്ടേ. ആ സീനില്ല. സായന്ത് പോയാ ചായ കുടിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്? പോയിന്തോന്ന്. അല്ല, മാഷ എടുത്തു. മാഷ ഒന്നും പറയാണ്ട് പോയി കളഞ്ഞേ. ഒന്നും പറയണ്ട, മാഷ് പോയ പെട്ടെന്ന് പോയി. അടുത്ത ക്ലാസ് തളി. അയ്യോ, മാക്സ്. ഇന്ന് ലൈഫ് സ്കിൽ ഇല്ലേ? സ്കിൽ ഇതുണ്ട്. ആദ്യത്തെ മോനെ ആദ്യത്തല്ല ഉറങ്ങുന്നാറ്റോ തോന്നുന്നു. സാറ് പോയി. ഇനി ഈ ക്ലാസ്സിൽ വന്നിട്ടെന്ന കാര്യം? ഗൈസ് ലെഫ്റ്റ് അടിച്ചോളൂ.
എപ്പോഴാ പോയത്? എപ്പോഴാ കട്ടായി പോയത്? ശ്രീകാന്ത് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കട്ടായി പോയത്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് വാട്ട് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജിയുടെ അപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ മേജർ അപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നാനോ മെഡിസിൻ, അത് ഈ നാനോ ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് സെൽ ഇമേജിംഗ് ആൻഡ് അതർ ഡയഗ്നോസ്റ്റിക് പർപ്പസസ്. കൂടാതെ എനർജി സെക്ടറിൽ നാനോ ടെക്നോളജി ക്യാൻ യൂസ് ടു ഡിക്രീസ് ദ എനർജി ലോസ്. അത് നമ്മൾ ഇന്ന് നേരിടുന്ന പലതരത്തിലുള്ള എനർജി ലോസുകളുണ്ട്. ഇതൊക്കെ ഡിക്രീസ് ചെയ്യാൻ, കുറയ്ക്കാൻ നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്ന LED, സോളാർ സെൽസ്, ഇതൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് സാധിക്കും. ഇൻ കെമിസ്ട്രി ഫീൽഡിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇൻ കെമിസ്ട്രി ഫീൽഡ് കെമിക്കൽ കാറ്റലിസിസ് യൂസിങ് നാനോ പാർട്ടിക്കിൾ ഇസ് ബെനിഫിഷ്യൽ. കെമിക്കൽ നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിരിക്കുന്ന കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ റിയാക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. ഇൻ കേസ് ഓഫ് ഫിൽട്രേഷൻ്റെ കേസിൽ എന്താ, നാനോ ഫിൽട്രേഷൻ ഈസ് മോർ എഫക്റ്റീവ് ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഇന്ന് കാണുന്ന കൺവെൻഷണൽ ഫിൽട്രേഷൻ ടെക്നിക്സിനേക്കാളൊക്കെ വളരെ മികച്ചതായിരിക്കും. അല്ലെങ്കിൽ നാനോ ഫിൽട്രേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ വിൽ ബി മോർ പ്യൂർ. അല്ലെങ്കിൽ നാനോ ഫിൽട്രേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ എഫക്റ്റീവായിട്ട് ഫിൽട്രേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റും. In information and communication field, memory storage devices such as nano RAM increases the speed of devices. നമുക്കറിയാം എന്താണ് റാം എന്ന് പറഞ്ഞാൽ അറിയാം. നാനോ റാം അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്ന റാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെറ്റീരിയൽസിൻ്റെ മെമ്മറി സ്റ്റോറേജ് ഡിവൈസസിൻ്റെയൊക്കെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. Food industry, nanotechnology uses nanotechnology in producing consumer products like cooking oil and nano tea, കുക്കിംഗ് ഓയിൽ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാൻ ഫുഡ് ഇൻഡസ്ട്രിയുടെ കേസിൽ നാനോ ടെക്നോളജി സഹായിക്കുന്നുണ്ട്. At last case, in textile industry, engineered nano fibers make cloth stain repellent and wrinkle free. നമുക്ക് ഡ്രസ്സിൻ്റെ കേസിൽ വളരെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ക്രിസ്ത്യൻ. ഒരു ചെറിയ കറ പറ്റിക്കഴിഞ്ഞാൽ അത് കഴുകിക്കളയാൻ ബുദ്ധിമുട്ടാണ്. ചുളുങ്ങിക്കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാണ്. സോ ഇഫ് യു യൂസ് നാനോ ഫൈബേഴ്സ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കൺവെൻഷണൽ കോട്ടൺ നൂല് അല്ലെങ്കിൽ പോളിസ്റ്റർ നൂലിനേക്കാൾ അല്ലെങ്കിൽ ഫൈബേഴ്സിനേക്കാളും നാനോ ഫൈബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സേസ് ദാറ്റ് ദ ക്ലോത്ത് വിൽ ബി സ്റ്റെയിൻ റിപ്പലന്റ്, കറ പറ്റൂല, കൂടാതെ ചുളുങ്ങൂല എന്നൊക്കെയാണ് പറയുന്നത്. സോ ദീസ് ആർ ദി മേജർ അപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി. സോ നാനോ ടെക്നോളജിയിൽ ഇതിനേക്കാൾ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. There will be a lot of applications in nanotechnology. And നാനോ ടെക്നോളജിയിൽ ഇത്രയധികം അപ്ലിക്കേഷൻ ഉള്ളതിന് കാരണം എന്താണ്, മെറ്റീരിയൽസിൻ്റെ പല പ്രോപ്പർട്ടീസും സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ നമുക്ക് മെറ്റീരിയൽസിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇതിനെയൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എത്ര ഉള്ള ഒരു മെറ്റീരിയലിനെ മാനുഫാക്ചർ ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് ചെയ്യാം, സൈസ് അറിയാമെങ്കിൽ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഇതാണ് നാനോ ടെക്നോളജി എന്നുള്ള പാർട്ട്. സോ കംപ്ലീറ്റ് തിയറിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് ലാഗ് എടുപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് 2 ക്ലാസ്സിൽ സ്ലൈഡ് വെച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞത്. ടെക്സ്റ്റ് വായിച്ചു നോക്കുക, തന്നിരിക്കുന്ന നോട്ട് വായിച്ചു നോക്കുക. ലിങ്ക് ബേസിൽ നോട്ട് അപ്ലോഡഡ് ആണ്, വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പല ടേംസിൻ്റെയും അർത്ഥം തിരഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. പലതും അതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ക്രാച്ച് റെസിസ്റ്റൻസ്. സ്ക്രാച്ച് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ മതി. കാരണം എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പഠിക്കേണ്ട, എങ്ങനെയാണ് സൈസ്, എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് സൈസ് ഡിപ്പെൻഡൻ്റ് ആണ്. നാനോ പാർട്ടിക്കിൾ ആകുമ്പം എന്ത് പ്രോപ്പർട്ടിയിൽ എന്ത് വേരിയേഷൻ ആണ് വരുന്നത്, ഇതൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞു. One, 2, 3, 4, 5, 6 absent.
7. Nine. 10. 11. 12. 13. 14. 15. 16. സോ ഞാൻ അബ്സെന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് 6, 8 ആൻഡ് 12. ഓക്കെ സതീഷ്, താങ്ക് യു. ഓക്കെ സാർ. നീ വോയിസ് ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും പറയാമെന്നാണോ അതോ ടച്ച് ആയി പോയതാണോ?